മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി ശ്രീറാം സാംബശിവറാവുവിനെ നിയമിച്ചു. IT വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് ശ്രീറാമിനെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി നിയമിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട പുതിയ തസ്തിക സൃഷ്ടിച്ച് സർക്കാർ ഉത്തരവിറക്കി. 1 വർഷത്തേക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പുതിയ നിയമനം. സ്പെഷ്യൽ സെക്രട്ടറിക്ക് തുല്യമായ പദവിയിലാണ് നിയമനം നൽകിയിരിക്കുന്നത്. IT, പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സ്ഥാനങ്ങളുടെ അധിക ചുമതല ശ്രീറാമിൽ തുടരും. സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് ഡയറക്ടർ ചുമതലയും അധികമായി വഹിക്കും. ശ്രീഗോകുലം മൂവീസിന്റെ സ്റ്റുഡിയോ ഗോഡൌണിൽ തീപിടുത്തം. പൂക്കാട്ടുപടി വയറോബ്സ് ജംഗ്ഷനിലെ ഇൻഡോർ ചലച്ചിത്ര ചിത്രീകരണ സ്റ്റുഡിയോയുടെ ഗോഡൌണിൽ തീപിടുത്തം. ചിത്രീകരണത്തിന് ആവശ്യമായ ഡമ്മി ഉപകരണങ്ങളും മറ്റ് സാമഗ്രികളും സൂക്ഷിച്ചിരുന്ന ഗോഡൌണിലാണ് ഇന്ന് രാവിലെ 11:30 തീപിടിച്ചത്. ചലച്ചിത്ര നിർമ്മാതാക്കളായ ശ്രീഗോകുലം മൂവീസിന്റെ സ്റ്റുഡിയോ ആണിത്. ഏകദേശം 500 ചതുരശ്രയടി വിസ്തീർണമുള്ള ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. സംഭവത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായാണ് കണക്കാക്കുന്നത്. പട്ടിമറ്റം, ആലുവ, പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേന യൂണിറ്റുകളിലെത്തിയാണ് തീയണച്ചത്. 2.5 മണിക്കൂറിലേറെ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് തീയണയ്ക്കാനായത്. മണ്ണഞ്ചേരിയിൽ വാഹനാപകടം. വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കലവൂരിലെ ആധാരം എഴുത്തുകാരി വാഹനാപകടത്തിൽ മരിച്ചു. മാരാരിക്കുളം സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപത്തെ ആധാരം എഴുത്തുകാരിയും വെണ്ടറുമായ മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് 11-ാം വാർഡ് SL പുരം ചിത്രശാലയിൽ 61-കാരി ലളിതയാണ് മരിച്ചത്. കലവൂരിലെ ഓഫീസിൽ നിന്നും ഉച്ചയോടെ +2 വിദ്യാർത്ഥിയായ മകന്റെ തണ്ണീർമുഖത്തെ സ്കൂളിലേക്കുള്ള യാത്രയിൽ ലളിത സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് മണ്ണഞ്ചേരി അമ്പലമുക്ക് ജംഗ്ഷനിൽ വടക്കുനിന്നും വന്ന ഇരുചക്രവാഹനം ഇടിക്കുകയായിരുന്നു. എയിംസ് കേരള നിർദ്ദേശിച്ച സ്ഥലത്ത് കേന്ദ്രം സാധ്യതാ പഠനം നടത്തണം. എയിംസ് സ്ഥാപിക്കാൻ സംസ്ഥാനം നിർദ്ദേശിച്ച സ്ഥലത്ത് സാധ്യതാ പഠനം നടത്താൻ കേന്ദ്രത്തിന് ഹൈക്കോടതി നിർദ്ദേശം. സംസ്ഥാന സർക്കാർ പ്രതിനിധികളുമായി ഏകോപിപ്പിച്ചുകൊണ്ടാവണം പഠനം നടത്തേണ്ടത്. സ്ഥലം മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണം. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും ഹൈക്കോടതി നിർണായക നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഫെബ്രുവരി 25-ന് മുമ്പ് രേഖാമൂലം അറിയിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. കിനാലൂരിലാണ് സംസ്ഥാനം എയിംസിനായി തെരഞ്ഞെടുത്ത ഭൂമിയുള്ളത്. കാസർഗോഡ് ജില്ലയിൽ എയിംസ് വേണമെന്നാവശ്യപ്പെട്ട് രൂപീകരിച്ച ജനകീയ കൂട്ടായ്മയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്നാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ആരാഞ്ഞത്. പ്രധാനമന്ത്രി ലോക്സഭയിൽ സംസാരിക്കാത്തതിനെതിരെ സ്പീക്കർക്ക് കത്തയച്ച് KC വേണുഗോപാൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ സംസാരിക്കാത്തതിനെതിരെ സ്പീക്കർക്ക് കത്തയച്ച് KC വേണുഗോപാൽ. ലോക്സഭയിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് ഒഴിവാക്കിയതിൽ രാജ്യം മുഴുവനും ഞെട്ടിയെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. അസാധാരണ സംഭവങ്ങൾക്കാണ് പാർലമെന്റ് വേദിയായത്. പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയം ലോക്സഭ ഇന്ന് പാസാക്കിയത്. പ്രധാനമന്ത്രി പ്രസംഗിച്ചാൽ ആക്രമിക്കാൻ ചിലർ തീരുമാനിച്ചിരുന്നതാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ പ്രതികരണം. ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ ചുവട് പിടിച്ച വാക്പോരിന് ഇന്ന് രാജ്യസഭ വേദിയായി. പിന്നീട് രാജ്യസഭയിൽ പ്രതിപക്ഷ ബഹളത്തിനിടെ പ്രധാനമന്ത്രി സംസാരിച്ചു.